നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫിഷ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് എങ്ങനെ രുചികരമായി നെയ്മീൻ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാമെന്ന്. അതിനായി നമുക്ക് ആദ്യം അതിനു വേണ്ടിയുള്ള മസാലയാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മസാല തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇവിടെ ഇപ്പം 2 കഷ്ണം നെയ്മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണും ഒരല്പം കൂടി മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുതായി അരിഞ്ഞ് 4 ചുവന്നുള്ളി, ടേബിൾ സ്പൂൺ അരിപ്പൊടി, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നു. എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ പുറത്തേക്ക് ഇതെല്ലാം നന്നായിട്ട് പുരട്ടി കൊടുക്കുക. മസാലയൊക്കെ നന്നായി പുരട്ടി കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് എങ്കിലും ഒന്നടച്ച് കുറച്ച് സമയം വെച്ചേക്കുക. ഞാനിപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ മീൻ വറക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഇടാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഞാൻ വെച്ചു. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഈ 2 നെയ്മീനും എടുത്ത് വെച്ചേക്കാം. അതിനുശേഷം നമ്മളുടെ ആ പാത്രത്തിൽ പറ്റിയിരിക്കുന്ന മസാല കൂടി ഇതിൻ്റെ പുറത്തേക്ക് നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിക്കുക. നന്നായി ഒരു സൈഡ് മൂത്ത ശേഷം തിരിച്ചിടുക. അതായത് നമ്മൾ കറിവേപ്പില ഇട്ടുകൊണ്ട് അത് വെച്ച് നോക്കി നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഇലയൊക്കെ ഒന്ന് നന്നായി ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ മീനും അതേപോലെ ഫ്രൈ ആയിട്ടുണ്ടാവും. അടുത്ത സൈഡും കൂടെ അതേപോലെ നന്നായി ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നെയ്മീൻ ഫ്രൈ റെഡി ആയി കഴിയും. ഇപ്പോൾ 2 സൈഡും നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നെയ്മീൻ ഫ്രൈ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. ഇഷ്ടമായിച്ചാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭദിനം. ബൈ.